പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 14 ശനി. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയം ഇന്ന് അവസാനിക്കും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിവരെ സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിക്കും. ഡിസംബർ 21 നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും. ജനുവരി 2 ഉച്ചയ്ക്ക് 1 മണിവരെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. ജനുവരി 3 സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പുറത്തുവിടും. ജനുവരി 18 ആണ് തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ വൈകിട്ട് ഫലവും പ്രഖ്യാപിക്കും. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പേർ മത്സര രംഗത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാമനിർദ്ദേശ പത്രികാ ഫോം സ്വീകരിച്ചവരിലും വർധനവുണ്ടായതായാണ് അനൗദ്യോഗിക വിവരം. ഒമാനി സൗദി അറേബ്യ കോർഡിനേഷൻ കൗൺസിലിന്റെ 2ാം യോഗം സൗദിയിലെ അൽ ഉലയിൽ നടന്നു. വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദി, സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സായിദ് രാജകുമാരൻ എന്നിവർ യോഗത്തിൽ കാർമ്മികത്വം വഹിച്ചു. ഒമാനി സൗദി കോർഡിനേഷൻ കൗൺസിൽ ഇരു രാജ്യങ്ങളുടെയും ജ്ഞാനപൂർവകമായ നേതൃത്വങ്ങളുടെ ഇച്ഛാശക്തിയും ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാനുള്ള കാഴ്ചപ്പാടും ഉൾക്കൊള്ളുന്ന തന്ത്രപ്രധാനമായ പ്ലാറ്റ്ഫോമാണെന്ന് യോഗത്തിൽ സംസാരിച്ച സയ്യിദ് ബദർ പറഞ്ഞു. കഴിഞ്ഞ വർഷം നവംബർ 13 കൗൺസിലിന്റെ ആദ്യ സെഷൻ മസ്കത്തിൽ വിളിച്ചു ചേർത്തത് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ശ്രദ്ധേയമായ പുരോഗതിയുണ്ടായതായി സയ്യിദ് ബദർ കൂട്ടിച്ചേർത്തു. സമായിൽ ഫെസ്റ്റിവലിന് തിരശ്ശീല വീണു. സർക്കാർ സ്വകാര്യ കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തത്തോടെ അരങ്ങേറിയ ഫെസ്റ്റിവൽ മേഖലയുടെ തന്നെ ഉത്സവമായി മാറിയിരുന്നു. സാംസ്കാരികം, വിനോദം, വിനോദസഞ്ചാരം, കായികം, ഇന്നൊവേഷൻ എന്നീ മേഖലകളിലായി 14ൽ അധികം വൈവിധ്യമാർന്ന പരിപാടികളാണ് ഫെസ്റ്റിവൽ അരങ്ങേറിയത്. സാംസ്കാരിക, സാമൂഹിക, കായിക പരിപാടികളിലൂടെ ആകർഷണം വർദ്ധിപ്പിക്കുകയും പ്രദേശത്തിനകത്തും പുറത്തും നിന്നുള്ള സന്ദർശകരെ ആകർഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം സമായിലിന്റെ സാമ്പത്തിക നിക്ഷേപ സാധ്യതകൾ പ്രദർശിപ്പിക്കുകയെന്ന ലക്ഷ്യത്തിലാണ് ഫെസ്റ്റിവൽ ഒരുക്കിയത്. ഫെസ്റ്റിവൽ അനുബന്ധമായി സമായിൽ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ നടന്ന സാമ്പത്തിക ഫോറവും ശ്രദ്ധേയമായിരുന്നു. സമായിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വിപണനം ചെയ്യുന്നതിനും അതിന്റെ സൈറ്റുകൾ സന്ദർശകർക്ക് പ്രദർശിപ്പിക്കുന്നതിനും ഉൽപാദനക്ഷമമായ നിക്ഷേപ പദ്ധതികളാക്കി മാറ്റുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഫെസ്റ്റിവലിൽ നടന്നു. നിക്ഷേപവുമായി ബന്ധപ്പെട്ട വെർച്വൽ ആസ്തികൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ഒമാൻ ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. നിക്ഷേപങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വഞ്ചനാപരമായ ഇടപാടുകളിൽ ഇരയാകുന്നത് ഒഴിവാക്കുന്നതിനും FSAയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളുമായി മാത്രം ഇടപാടുകൾ നടത്തേണ്ടതിന്റെ പ്രാധാന്യവും അധികൃതർ ഊന്നിപ്പറഞ്ഞു. ഇത് സംബന്ധിച്ച് അതോറിറ്റി കഴിഞ്ഞ ദിവസം നിർദ്ദേശം പുറത്തിറക്കിയിരുന്നു. രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങളുമായി ഇടപാട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളും FSA വിശദീകരിച്ചു. വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ മൂലമുള്ള സാമ്പത്തിക നഷ്ടം, നിക്ഷേപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിയമപരമായ ഗ്യാരണ്ടികളുടെ അഭാവം, തീവ്രവാദ പ്രവൃത്തികൾക്കുള്ള സഹായം, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ നിയമവിരുദ്ധ ആവശ്യങ്ങൾക്കായി ഫണ്ടുകളുടെ ദുരുപയോഗം എന്നിവ ഈ അപകട സാധ്യതകളിൽ പെടുന്നു. നിക്ഷേപങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചോ സ്പെഷ്യലിസ്റ്റുകളുമായി കൂടിയാലോചിക്കണമെന്ന് FSA ആവശ്യപ്പെട്ടു. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുമായി മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് കമ്പനികളിൽ നിന്ന് രജിസ്ട്രേഷൻ രേഖകളും മറ്റു തെളിവുകളും ആവശ്യപ്പെട്ട് സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തണം. ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ ലഭിക്കുന്ന വൺ ടൈം പാസ്വേഡുകൾ വ്യക്തികളുമായോ സാമൂഹിക മാധ്യമങ്ങളുമായോ പങ്കുവെക്കരുത്. വാണിജ്യരേഖകൾ ഉൾപ്പെടെ നിങ്ങളുടെ വിലയേറിയ വിവരങ്ങൾ നഷ്ടപ്പെടാൻ ഇത് ഇടവരുത്തും. പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. അതേസമയം ഉപഭോക്താക്കളിൽ നിന്ന് OTP വിവരങ്ങൾ ശേഖരിച്ച് തട്ടിപ്പ് നടത്തിയ സംഘത്തെ അടുത്തിടെ റോയൽ ഒമാൻ പോലീസ് കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു. വിവിധ തരത്തിലുള്ള തട്ടിപ്പുകാരെ കരുതിയിരിക്കണമെന്ന് അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കുതന്ത്രങ്ങളിലൂടെ ഇരകളെ വശീകരിക്കുന്നവർ നൂതന മാർഗങ്ങളും വാഗ്ദാനങ്ങളും നൽകുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഉണർത്തി.
വ്യക്തിഗത വിവരങ്ങൾ, അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയവ ഓൺലൈൻ വഴിയോ ഫോൺ കോളുകളിലോ നൽകരുത്. പല രീതികളിലാണ് തട്ടിപ്പുകാർ അവലംബിക്കുന്നത്. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ആളുകളെ സമീപിക്കുന്നു. വഞ്ചനാപരമായ കോളുകൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന ലിങ്കുകൾ, SMS വഴി അയച്ച വ്യാജ ഇലക്ട്രോണിക് വെബ്സൈറ്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പൊതുജനങ്ങളെ കബളിപ്പിക്കാൻ സർക്കാർ സ്ഥാപനങ്ങളെ സമർത്ഥമായി അനുകരിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മലയാളികൾ ഉൾപ്പെടെ പലർക്കും അടുത്ത കാലങ്ങളിലായി ചെറുതും വലുതുമായ തുകകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. മസ്കത്ത് ഗവർണറേറ്റിലെ ബൗഷർ വിലായത്തിൽ താമസ കെട്ടിടത്തിൽ തീപിടുത്തം. വ്യാഴാഴ്ച രാത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. സംഭവസ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അഗ്നിശമന സേന അതിവേഗം തീ നിയന്ത്രണ വിധേയമാക്കി. 6 പേരാണ് സംഭവ സമയം കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. ഹൈഡ്രോളിക് ക്രെയിൻ ഉപയോഗിച്ച് എല്ലാ താമസക്കാരെയും രക്ഷപ്പെടുത്തിയതായും അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു. താമസ കെട്ടിടങ്ങളിലും മറ്റും തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് അധികൃതർ ആവശ്യപ്പെട്ടു. വീട്ടിലോ തൊഴിലിടങ്ങളിലോ ആകട്ടെ എവിടെ നിന്നും ഇനി ഒമാൻ കണ്ടുവരാം. ഒമാൻ ഗതാഗത, ആശയവിനിമയ, വിവരസാങ്കേതിക മന്ത്രാലയം, നാഷണൽ സർവേ അതോറിറ്റിയുമായി ചേർന്നാണ് ഗൂഗിളിന്റെ സഹകരണത്തോടെ വെർച്വൽ ടൂർ പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചിരിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് ബിൻ നാസർ അൽ സാബിയുടെ കാർമ്മികത്വത്തിൽ ഔദ്യോഗിക ലോഞ്ചിങ് നടന്നു. ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കൾക്ക് ഒമാന്റെ പ്രകൃതി സൗന്ദര്യം, ചരിത്രപരമായ ലാൻഡ്മാർക്കുകൾ, ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഓൺലൈനായി കാണാൻ വെർച്വൽ ടൂറിൽ സാധിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. യുനെസ്കോ പട്ടികയിൽ ഉൾപ്പെട്ട ഒമാനിലെ ലോക പൈതൃക സ്ഥലങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വെർച്വൽ ടൂറിൽ അടങ്ങിയിട്ടുള്ളത്. യുനെസ്കോയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ മൈലാഞ്ചി ഇടം നേടി. അറബ് സാംസ്കാരിക പൈതൃകത്തിന്റെ ഏറ്റവും പുരാതനവും ആഘോഷിക്കപ്പെടുന്നതും നിലനിൽക്കുന്നതുമായ ഘടകങ്ങളിലൊന്നാണ് ഹെന്ന. ഈ മാസം ആദ്യം പരാഗ്വേയിലെ അസുൻസിയോണിൽ നടന്ന യുനെസ്കോയുടെ 19ാമത് ഇന്റർ ഗവൺമെന്റൽ കമ്മിറ്റി ഫോർ സേഫ് ഗാർഡിംഗ് ഓഫ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിലാണ് സുപ്രധാന നേട്ടം കൈവരിച്ചത്. അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഹെന്നയെ യുനെസ്കോയിൽ അവതരിപ്പിച്ചത്. ഒമാനെ കൂടാതെ ജോർദാൻ, ബഹ്റൈൻ, ടുണീഷ്യ, അൾജീരിയ, സൗദി അറേബ്യ, സുഡാൻ, ഇറാഖ്, ഫലസ്തീൻ, ഖത്തർ, കുവൈത്ത്, മൊറോക്കോ, ഈജിപ്ത്, മൗറിറ്റാനിയ, യമൻ എന്നീ മേഖലയിൽ നിന്നുള്ള 16 രാജ്യങ്ങളും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനെ പിന്തുണച്ചു. ഗൾഫ് കപ്പ് T20 ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിനായി ഒമാൻ ഇന്നിറങ്ങും. ദുബായ് ICC അക്കാദമി ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ഖത്തറാണ് എതിരാളികൾ. ഒമാൻ സമയം ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. നിലവിലെ ചാമ്പ്യന്മാരായ ഒമാൻ ഏറെ ആത്മവിശ്വാസത്തോടെയാകും ആദ്യ കളിക്കിറങ്ങുക. സമീപകാല നേട്ടങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണെന്നും അടുത്തിടെ നെതർലൻഡിനെതിരെ T20 വിജയം ടീമിന്റെ മനോവീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പരിശീലകൻ തുലിപ് മെൻഡിസ് വ്യക്തമാക്കി. ടീമിന് കിരീടം നിലനിർത്താൻ സാധിക്കുമെന്നും ഏതു വെല്ലുവിളികളും നേരിടാൻ ടീം തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.